നിപ മഹാമാരിയിൽ ജീവൻ പൊലിഞ്ഞ സിസ്റ്റർ ലിനിയുടെ വീട്ടിലെത്തി വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ. ലിനിയുടെ അമ്മയുമായി ഏറെ നേരം സംസാരിച്ചാണ് ടീച്ചർ മടങ്ങിയത്. മലയാളിക്ക് അത്ര പെട്ടെന്നൊന്നും ലിനിയെ മറക്കാൻ സാധിക്കുകയില്ല. നിപയുടെ ഇരുണ്ട കാലത്ത് അണഞ്ഞുപോയ നീറുന്ന വേദനയാണ് നമുക്ക് ഇന്നുമാ രണ്ടക്ഷരം. ലിനിയെക്കുറിച്ചു പറയുമ്പോൾ വാക്കുകൾ ഇടറാറുണ്ട് കെ ശൈലജ എന്ന അന്നത്തെ ആരോഗ്യമന്ത്രിക്ക്. ഇന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിൽ പേരാമ്പ്രയിലെത്തിയപ്പോൾ ടീച്ചർ വന്നത് ലിനിയുടെ വീട്ടിലേക്കാണ്, ലിനിയുടെ അമ്മയെ കാണാൻ. നിപ കാലത്ത് ഏതാവശ്യങ്ങൾക്കും മുഖം തിരിക്കാതെ കേട്ട പ്രിയപ്പെട്ട മന്ത്രിയാണ് അവർക്ക് കെ ശൈലജ. വടകരയുടെ മണ്ണിൽ ശൈലജ ടീച്ചറെ ജയിക്കൂ എന്ന് ആ അമ്മ പറയുന്നു. ടീച്ചർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ലോകത്തെന്തും നടക്കാത്തൊരു സംഭവമായിരുന്നു എനിക്ക് ടീച്ചർ വന്നെന്ന് പറഞ്ഞപ്പോൾ. എന്നുവെച്ചാൽ ടീച്ചർ ഇവിടെ മത്സരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ടീച്ചർ ഇവിടുന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ടീച്ചർക്കും ഒരുപാടുണ്ട് ലിനിയെക്കുറിച്ച് പറയാൻ. നേരത്തെ ഈ വൈറസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ലിനിയെ നഷ്ടപ്പെടാൻ അവസരം ഉണ്ടാക്കുമായിരുന്നില്ല. എല്ലാ പ്രൊട്ടക്ഷനോടും കൂടി മാത്രമേ രോഗിയെ പരിചരിക്കാൻ ഞങ്ങൾ വിടുമായിരുന്നുള്ളൂ. പക്ഷേ വന്നു, പനിയും ജലദോഷവുമാണ്, ഇതെന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ ശുശ്രൂഷിക്കുന്നതിനിടയിലാണ് ആ കുട്ടിക്ക് വൈറസ് ബാധയുണ്ടായത്. അപ്പോൾ ഇന്നും ആ വേദന മാറിയിട്ടില്ല. ഞങ്ങളുടെ മനസ്സിലെ മുറിവൊരിക്കലും ഉണങ്ങില്ല. എങ്കിലും കാലം മായ്ക്കാത്തതൊന്നുമില്ല എന്ന് സാധാരണ പറയാറുണ്ട്. ഒരിക്കൽ കൂടി ഈ സമയത്ത് ഈ പ്രദേശത്തൂടെ പോകുമ്പോൾ എനിക്കിവിടെ വരാതിരിക്കാൻ പറ്റില്ല. ഒരു ഇരുണ്ട കാലത്തെ അതിജീവിച്ചതിന് നമ്മുടെ നാട് കടപ്പെട്ടിരിക്കുന്നുണ്ട് അന്നത്തെ LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട്. അതിൽ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ പേര് ഏറ്റവും തെളിമയോടെ കാണാം. ആ ആത്മവിശ്വാസത്തിന്റെ പേരുകൂടിയാകുന്നുണ്ട് കെ ശൈലജ. കൈരളി ന്യൂസ്, കോഴിക്കോട്.